थोड़ा मुझे आएगा दावत थोड़ा आएगा बोला आप सर मंडे तक जो है ना, ऐसा नहीं कि पूरा कंप्लीट हो जाएगा। आपको मालूम है, हम मालूम है कंप्लीट आएगा ना, इधर साइड में गेट में आएगा, मंडी इधर आएगा ना। कुछ डिसीजन आएगा तो हम उसको निकाल देंगे, क्या दिक्कत है? इसको 2 days आएगा, कंपनी का थोड़ा मीटिंग करते हैं, एमपी एमएलए का थोड़ा एमपी एमएलए का थोड़ा बोला आएगा, एमपी एमएलए बोला काम आएगा, मुश्किल नहीं है। सर मंडे आइए, मालूम है ना भाई, उसका मुस्लिम का ईद है, ओणम को हिंदू का ओणम का पूरा आदमी इधर नहीं है, मालूम है ना। इसका आप टाइम का काम आएगा ना, मुश्किल है ना। നമസ്കാരം, ഞാനിന്ന് രാവിലെ ഉള്ളത് തിരുമുക്കിലാണ്. നമ്മുടെ ഇവിടുത്തെ അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂരിലും പരവൂരിലുമുള്ള നിരവധി സംഘടനകൾ സമരമുഖത്താണ്. അപ്പോൾ പരവൂരേക്കുള്ള ഗതാഗതം സുഗമമാക്കിക്കൊണ്ട് ഇവിടുത്തെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാത പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘടനകൾ സമരമുഖത്തുള്ളത്. MP MLA തുടങ്ങിയവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിലും വന്ന ഒരു വിഷയമാണിത്. അപ്പോൾ ഇവർ താൽക്കാലികമായി പണി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നിവിടെ ഇപ്പോൾ ഈ തിരുമുക്ക് പാലത്തിൻ്റെ പടിഞ്ഞാറ് വശം അപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് തുടങ്ങുന്നതെന്നാണ് തൊഴിലാളികൾ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ നിലവിലുള്ള അടിപ്പാതയുടെ പടിഞ്ഞാറ് വശം ചേർന്ന് അത് കുഴിയെടുക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. അവിടെ പില്ലറുകളും അല്ലെങ്കിൽ കോൺക്രീറ്റൊക്കെ ഇടാനുള്ള അതിനു വേണ്ടിയായിരിക്കും ഇപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സമരമുറകൾ, ഈ പല സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമുറകൾ ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ, അല്ലെങ്കിൽ അവർ പാടെ ഇതൊക്കെ അവഗണിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. അതുപോലെയുള്ള ഇപ്പോൾ സമരമുഖത്തുള്ള സംഘടനകളുടെ ശ്രദ്ധയിലേക്കാണ് ചാത്തന്നൂർ വികസന സമിതിയുണ്ട്, പരവൂർക്കാർ കൂട്ടായ്മ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ഇപ്പോൾ സമരമുഖത്തുണ്ട്. ഇവരോട് പറയാനുള്ളത്, നമ്മൾ ഒളിഞ്ഞിരുന്ന് സമരം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ ചാത്തന്നൂർ വികസന സമിതിയുടെ അംഗമാണ്. നമ്മളെ തിരുമുക്ക് അണ്ടർ പാസേജിന്റെ ഇന്ന് ഇവിടെ വർക്ക് നടത്തുകയാണ്. അവർ ഈ അവധി ദിവസം നോക്കിയാണ് വർക്കിന് വന്നേക്കുന്നത്. നമ്മളിന്ന് മുസ്ലിങ്ങളുടെ നബിദിനവും ഓണവും കൂടെ അവധിയായ സമയത്ത് നമ്മുടെ അംഗങ്ങളെല്ലാവരും ഓണാഘോഷമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു പരിപാടിയായിട്ട് വന്നത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാത്തന്നൂർ CSR വന്ന് സംസാരിച്ചു. അവരുടെ വർക്ക് ഈ ഏരിയയിൽ ഒരു വർക്ക് ചെയ്യാൻ തന്നെയാണ് തീരുമാനം കമ്പനി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ടൊരു ചർച്ചകൾ കാര്യങ്ങൾ നമ്മൾ MP MLA ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചാത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ സംസാരിക്കാതെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എത്ര കൊണ്ട് ഇത് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളെ നാട്ടുകാരെ ഇതിനു വേണ്ടി നല്ല സ്ട്രോങ് ആയിട്ട് ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങി ഒന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കമ്പനിക്കെതിരെ സമരം ചെയ്ത് ഇത് നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ജനങ്ങളും, ഇത് അണ്ടർ പാസേജ് ആവശ്യമുള്ള എല്ലാ നാട്ടുകാരും, നമ്മുടെ പരവൂര്, ചാത്തന്നൂർ, തിരുമുക്ക്, പീനാട് ഭാഗങ്ങളിലുള്ള എല്ലാവരും വന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിർത്താൻ പറ്റൂ. എന്തായാലും നമ്മുടെ ഈ ഒരു റോഡ് കൺസ്ട്രക്ഷൻ നമ്മുടെ വളരെ നയന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകൾ മാത്രം പോരാ, അവരുടെ യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്.
പ്രത്യക്ഷമായി ഈ ഹൈവേയിലേക്ക് ഇറങ്ങണം. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വഴിതടയൽ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ വാഹന ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത സമരമുറയിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇത് ഹൈവേ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പണികൾ വീണ്ടും പുരോഗമിക്കുന്നത്. നമ്മുടെ എംപിയും MLAയും കാത്തിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ജനങ്ങൾ സംഘടിപ്പിച്ചിറങ്ങിയെങ്കിൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വരുന്ന കാലഘട്ടത്തിൽ നമ്മളും നമ്മുടെ തലമുറയും ഈ എലിപ്പാത്തായത്തിൽ കൂടി സഞ്ചരിക്കുകയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നീങ്ങും. അതുകൊണ്ട് എല്ലാവരും സംഘടിക്കുക, സമരമുഖത്തേക്ക് ഇറങ്ങുക.